വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മീൻ പൊള്ളിച്ചതുണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ വറ്റമീനാണ് എടുത്തിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നല്ല വറ്റ ഇരിക്കുന്നു. അപ്പോൾ വറ്റ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് നോക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഒന്ന് പൊളിച്ച് എടുത്തു കൊണ്ടുവരണം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് പൊളിക്കാം. വലിയ ഉള്ളി ആയതുകൊണ്ട് എളുപ്പമുണ്ട് പൊളിച്ചെടുക്കാനേ. ഇഞ്ചിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇഞ്ചിയാണ്. അപ്പോൾ അത് ഇഞ്ചിയൊക്കെ നമ്മൾ വിളവെടുത്ത് വെച്ചപ്പോഴത്തേനും അത് അവിടെ ഇരുന്ന് ഈ ചൂട് ഇതുപോലത്തെ ചൂടല്ലേ, അപ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോയി. അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഒന്ന് ചുരണ്ടി എടുക്കാനൊക്കെ വലിയ പാടാണ്. കണ്ടോ, ഈ വെളുത്തുള്ളിയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി ഇതായിപ്പോയെന്ന്, ഉണങ്ങിപ്പോയേ. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ടാണ് എടുത്തത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് മീനൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം. ഞാൻ മീൻ വെട്ടിയാണ് വാങ്ങിച്ചത്. കുടംപുളിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് മീൻ കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ മീൻ വെട്ടിയെടുത്ത് വാങ്ങിച്ചെങ്കിലും ഉണ്ടല്ലോ, നമ്മളൊന്നും കൂടെ അത് ക്ലീനാക്കി എടുത്തെങ്കിലേ അത് ശരിയാവത്തുള്ളൂ. അവരാണെങ്കിൽ ആ വാലിൻ്റെ അവിടുത്തെ ആ തൊലി മാത്രമേ അങ്ങ് ഉരിച്ച് കളയത്തുള്ളൂ, കട്ടിയുള്ള ഭാഗം ബാക്കിയൊന്നും കളയത്തില്ല. അപ്പം നമുക്കാണെങ്കിൽ ഒരു വൃത്തി തോന്നത്തില്ലല്ലോ. പിന്നെ ഞാനൊന്നും കൂടെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉരിച്ചെടുത്ത് അകത്തെ ചെളിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു. അവർ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് വെട്ടി തരത്തുള്ളൂ. തൊലിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉരിച്ച് കളഞ്ഞു. കണ്ടോ, ഉരിച്ച് കളഞ്ഞു. നമുക്ക് മീനാണെങ്കിൽ എത്ര കഴുകിയാലും അങ്ങ് വൃത്തിയാവത്തില്ലല്ലോ. ഉളുമ്പും മണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കഴിക്കാനേ തോന്നത്തില്ല. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തേക്കണം. ചട്ടിയിലിട്ട് നല്ലതുപോലെ തേച്ചിട്ട് അതിൻ്റെ ആ ഉളുമ്പെല്ലാം അങ്ങ് കളഞ്ഞ് നന്നായിട്ട് വെളുത്ത് വരുന്നിടം വരെയും കഴുകിയെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് പോലും കയറാൻ തോന്നത്തില്ല ഉളുമ്പ് മണം കാരണം. അകത്ത് കണ്ടോ ആ ചെളിയൊക്കെ ഒരു കൈയിട്ട് വിരൽ വെച്ചിട്ടൊന്ന് കിള്ളിക്കൊടുത്താൽ മതി, അതൊക്കെ അങ്ങ് പൊയ്ക്കോളും. അതിന് ശേഷം നമുക്ക് നന്നായി കഴുകിയെടുത്തിട്ട് ഇനി നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ആ മസാലയൊക്കെ അതിനുള്ളിലൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞ് കണ്ടോ, നല്ല ഫ്രഷ് മീനായിരുന്നേ. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ കൈ പിടിക്കുമ്പോഴേ അങ്ങ് പൊടിഞ്ഞു പോവും, വരയാനൊന്നും പറ്റത്തില്ല. നല്ല മീനായിരുന്നു. ഇനി നമുക്ക് ആ കുടംപുളി വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. കണ്ടോ, ഒട്ടും ഉളുമ്പ് കാണത്തില്ല കേട്ടോ. കുടംപുളി ഇട്ട വെള്ളം ഒഴിച്ച് കഴുകിയാൽ ആ വാഷ് ബേസിനിലൊന്നും ഒരു ശകലം പോലും ഉളുമ്പ് നാറ്റം ഒന്നും വരത്തില്ല. നമ്മുടെ കൈക്ക് പോലും ഒരു മണം വരത്തില്ല. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ മീൻ വെട്ടുമ്പോഴെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യണേ. ഇനി നമുക്കതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇതിന് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാനാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ലൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം. കണ്ടോ, മസാലക്കൂട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടി കഴുകി കൊണ്ടുവച്ചിരിക്കുന്ന മീനില്ലേ, അതിലേക്ക് നന്നായിട്ട് ഇതങ്ങ് തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, 2 സൈഡിലും തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ അകത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണേ. കണ്ടോ, ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അവിടെ നിന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയില്ലേ, അതൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിലേക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചതച്ച് കൊണ്ടുവയ്ക്കാം. ഇനി നമ്മുടെ ഒരു ചീനിച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ മീനൊന്ന് പൊള്ളിക്കാനായിട്ടിടാം. ഇതുണ്ടോ, മീൻ ഇട്ടതിന് ശേഷം തീ സിമ്മാക്കി വെക്കണം. ഒരുപാട് കൂട്ടി വെക്കരുത്, മീൻ കരിഞ്ഞു പോവേ. മസാലയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിയും. ചീനിച്ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചീനിച്ചട്ടി എടുത്തത്. ഇനി 2 സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഒരുപാടങ്ങ് മൂക്കണ്ട. ഇനി നമുക്കത് വാഴയിലക്കകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, 2 സൈഡ് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒരു സൈഡ് മാത്രം അങ്ങ് കരിഞ്ഞു പോകും, ഒരു സൈഡ് മൂക്കാതെ ഇരിക്കും. ഇതുപോലെ
ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് കോരിയെടുത്ത് വയ്ക്കാം. ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മീൻ കോരിയെടുത്ത് വെച്ചു. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ നമുക്ക് ഒന്ന് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അവിടെ കിടന്ന് മൂക്കട്ടെ. ഇനി ഞാൻ എടുത്ത് വെച്ച ആ മസാലക്കൂട്ട് അരച്ചില്ലേ, അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ പൊള്ളിച്ചപ്പോൾ ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ടത്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ച ആ മസാലക്കൂട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വാഴയിലക്കകത്തേക്ക് വെച്ച് കൊടുക്കാം. വാഴയിലക്കകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ആ മീനില്ലേ, പൊള്ളിച്ച് വെച്ചിരിക്കുന്ന മീൻ, അത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ മസാലയില്ലേ, ഇനി അത് അതിൻ്റെ മുകളിലും കൂടെ തേച്ച് കൊടുത്ത് അകത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കണേ. അതിൻ്റെ കണ്ടോ, ഇതുപോലെ തേച്ച് അതിൻ്റെ അകത്തുമൊക്കെ ഒന്ന് മസാല വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചോറും പൊതിയൊക്കെ കെട്ടത്തില്ലേ, അതുപോലെ ഇതുപോലെ മടക്കി വെച്ചിട്ട് കണ്ടോ, 2 സൈഡ് മടക്കിയിട്ട് ഇല വാട്ടിയെടുക്കണേ. എന്നിട്ട് മേളിൽ നിന്ന് താഴേക്ക് മടക്കി കൊടുത്തിട്ട് ഒരു വാഴയുടെ ഒരു നാരില്ലേ, അതുകൊണ്ട് തന്നെ അങ്ങ് കെട്ടിയാൽ മതിയേ. വാഴവള്ളിയില്ലേ, അത് വെച്ച് തന്നെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ വെച്ചു. ഇനി നമുക്കൊരു പാനൊക്കെ എടുത്ത് ഗ്യാസിൽ വയ്ക്കാം. പാനൊന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇലക്കകത്ത് പൊതിഞ്ഞ് വെച്ച് മീൻ പൊള്ളിച്ചതെടുത്ത് വെച്ച് കൊടുക്കാം. എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡും കരിഞ്ഞു പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അതെടുത്ത് മീൻ പൊള്ളിച്ചതെടുത്ത് ഒരു വാഴയിലക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊതിയൊക്കെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. മണം കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും മണവും ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു മണമാണ്, ഇവിടെ അങ്ങ് നിൽക്കാൻ വയ്യാത്തൊരു മണം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടിട്ടങ്ങ് കഴിക്കാൻ തോന്നുന്നു. ഞാൻ ഇത്തിരി എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പുളിയും നാരങ്ങയുടെ പുളിയും ആ ഇഞ്ചിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.